രണ്ട് മുന്നണികൾ തമ്മിലുള്ള വാശി. പക്ഷേ ആ വാശി തീരുമ്പോൾ കടത്തിലായിരിക്കുന്നത് പാവം സംഘാടകരാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസങ്ങളായി ചില വാർത്തകൾ വരുന്നുണ്ട്. മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നവകേരള സദസ്സിൽ വലിയ രീതിയിലുള്ള കടത്തിലായിരിക്കുകയാണ് സംഘാടകർ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ പരിപാടി നടത്തിയ സംഘാടകർക്ക് വലിയ തുകയുടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നവകേരള സദസ്സിന്റെ കണക്കുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നവകേരള സദസ്സിന്റെ ഫണ്ടിനെ കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ വിവരാവകാശങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നെങ്കിൽ പോലും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച വിശദീകരണം എന്ന് പറയുന്നത്. അതേ സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ലയിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കണക്കുകൾ പുറത്തുവരുന്നത്. വ്യക്തമായ കണക്കുകൾ പറയുന്നത് വലിയ തുക സംഭാവന കിട്ടിയെങ്കിലും അതിനേക്കാൾ കൂടുതലായിരുന്നു ചെലവെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് ഇത്രമാത്രം ചെലവാക്കിയത് എന്നുള്ളത്. അതായത് നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷം എപ്പോഴും ആരോപിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ധൂർത്താണ്, ആർഭാടമാണ് എന്നെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സർക്കാരിന് 140 മണ്ഡലങ്ങളും സന്ദർശിക്കണമെങ്കിൽ ഇത്ര വലിയ ആഡംബരത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ചും കേരളം ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിന് അത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേരാമായിരുന്നില്ലേ? വളരെ ചുരുങ്ങിയ ചെലവിൽ ഞങ്ങൾ 20 മന്ത്രിമാരും ചേർന്നുകൊണ്ട് 140 മണ്ഡലങ്ങളും കാണാനെത്തുന്നു, അവിടുത്തെ ജനങ്ങളെ കാണാനെത്തുന്നു, ജനങ്ങളോട് സർക്കാരിന്റെ മികവിനെ പറ്റി പറയുന്നു, ഇത് മാത്രമാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലളിതമായ ഒരു പരിപാടിയിലേക്ക് സർക്കാരിന് ഒതുക്കി തീർക്കാമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആഡംബരം വന്നത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരത്തിലേക്ക് കടക്കും മുൻപ് എത്ര രൂപയാണ് മലപ്പുറത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവാക്കിയതും അതിനെ തുടർന്ന് സംഭാവന ലഭിച്ചതും എന്നും പരിശോധിക്കാം. യഥാർത്ഥത്തിൽ നവകേരള സദസ്സിന് ചെലവാക്കിയ തുകയെ സംബന്ധിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും കണക്കില്ല എന്നുള്ളതാണ് വസ്തുത. 10 മണ്ഡലങ്ങളിൽ പിരിച്ച തുകയുടെയും ചെലവാക്കിയ തുകയുടെയും കണക്കില്ലെന്ന മറുപടിയാണ് വിവരാവകാശ രേഖ പ്രകാരം നോഡൽ ഓഫീസർമാർ നൽകുന്നത്. 4 നിയോജക മണ്ഡലത്തിൽ പിരിച്ചെടുത്തതിനേക്കാൾ തുക ചെലവഴിച്ചിട്ടുമുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടതുപക്ഷ നേതാക്കളും ഉൾപ്പെട്ട സംഘാടക സമിതിയാണ് നവകേരള സദസ്സിനായി പണം പിരിച്ചത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, പൊന്നാനി, താനൂർ, തിരൂർ, വള്ളിക്കുന്ന്, വേങ്ങര മണ്ഡലങ്ങളിൽ പിരിച്ചതിന്റെയും ചെലവാക്കിയതിന്റെയും കണക്ക് ലഭ്യമല്ല എന്ന മറുപടിയാണ് നോഡൽ ഓഫീസർമാർ ആദ്യം വിവരാവകാശ നിയമപ്രകാരം നൽകുന്നത്. കോട്ടക്കൽ നഗരസഭയിലാണെങ്കിൽ 21,53,878 രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം തന്നെ. ഇത്തരത്തിൽ വിവരാവകാശം വെച്ചിട്ട് പോലും വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനെ കുറിച്ച് വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര വലിയ ആഡംബരവും അല്ലെങ്കിൽ ആർഭാടവും ഈ നവകേരള സദസ്സ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് UDF എന്ന മുന്നണിയോടുള്ള വാശി തീർക്കൽ മാത്രമാണ്. അതായത് നവകേരള സദസ്സ് യാത്ര സർക്കാർ നടത്താൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ എതിർപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു യാത്ര വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേരളീയം പോലുള്ളൊരു പരിപാടി നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കേരളീയം പോലുള്ള പരിപാടിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായിരുന്നു. കേരളീയം പരിപാടി എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദീർഘവീക്ഷണത്തോടു കൂടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾക്ക് മുൻപിൽ കേരളത്തെ തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയെല്ലാം തന്നെയാണ് കേരളീയം എന്നുള്ള ഒരു പരിപാടി നടത്തിയതെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്തും ഈ ചെലവോ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് വീണ്ടും നവകേരള സദസ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം കേരളം അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, KCBയിലെ ജീവനക്കാരാണെങ്കിലും അതല്ല KSRTC ആണെങ്കിലും ഇനി അതുമല്ല സപ്ലൈകോ ആണെങ്കിലും ഇതിനിടെ പറയുന്നു പൊതുമേഖല
പ്രവർത്തിക്കുന്ന സ്കൂളുകളാണെങ്കിൽ പോലും സർക്കാർ ഓഫീസുകളിലെ വാഹനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് എന്നെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം പോലും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതേ സമയത്ത് തന്നെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പണമെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് എന്താണ് വഴി എന്നുള്ളൊരു ചിന്ത വരും. ആ സാഹചര്യത്തിലാണ് അതത് മണ്ഡലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളൊരു ആശയം വരുന്നത്. എന്നാൽ ഈ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കുകയില്ല, അവർ ഫണ്ട് പിരിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള വലിയ തീരുമാനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ കുമിഞ്ഞു കൂടുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സ്വാഭാവികമായും അല്പം വാശി കൂടി എന്നുള്ളതാണ്. അതായത് തങ്ങൾ ഉദ്ദേശിച്ച പരിപാടിക്ക് ഫണ്ട് തരാനാകില്ലെന്ന് UDFന്റെ ഭാഗത്തു നിന്നും തീരുമാനമാകുകയാണ്. അല്ലെങ്കിൽ UDFന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ കൗൺസിലേഴ്സിന്റെ ഭാഗത്തു നിന്നും തന്നെ ഫണ്ട് തരികയില്ല എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാശിയായി തന്നെയാണ് അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പണിപ്പെട്ടാണെങ്കിലും പരിപാടി ഗംഭീരമാക്കുക എന്നുള്ള നിലയിലേക്ക് ഈ തീരുമാനങ്ങളെല്ലാം തന്നെ വളരുകയായിരുന്നു. അതിനുശേഷം സംഘാടകർക്ക് വലിയ കടുത്ത സമ്മർദ്ദമായിരുന്നു. അതായത് ഓരോ മണ്ഡലങ്ങളിലും എത്തുന്ന ആ നവകേരള സദസ്സിനെ അത്ര കണ്ട് തന്നെ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തന്നെ ഗംഭീരമാക്കുക എന്നുള്ള കടുത്ത സമ്മർദ്ദം സംഘാടകർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ തങ്ങളുടെ റോള് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് വളരെ കണിശമായിട്ടുള്ള ചില നിലപാടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പലപ്പോഴും മതിലുകൾ പൊളിച്ചതും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതെല്ലാം തന്നെ വലിയ തരത്തിലെല്ലാം തന്നെ വിവാദമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ ഒരു സമ്മർദ്ദത്തിന്റെ ഈ വാശിയുടെ എല്ലാം തന്നെ പുറത്തുണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഈ മതിലുകൾ പൊളിക്കുകയും പിന്നീട് അവ കെട്ടിക്കൊടുക്കുകയും അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കേടുപാടുകളും എല്ലാ നാശനഷ്ടങ്ങളും തീർത്ത് വരുന്ന സാഹചര്യത്തിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് ഒരർത്ഥത്തിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ഈ ആശയങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നെല്ലാം തന്നെ മുക്തി നേടുക, സർക്കാരിനെ കൊണ്ട് ഇനി ആരുടെയും സഹായമില്ലെങ്കിലും ഇതിലും ഗംഭീരമായ ഒരു പരിപാടി നടത്തി കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത്, അത്തരമൊരു തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോൾ സംഘാടകർ പോലും കടുത്ത പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കടമെല്ലാം തന്നെ എങ്ങനെ വീട്ടുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ചിലയിടത്തെല്ലാം തന്നെ വരവിനേക്കാൾ കൂടുതൽ ചെലവ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ വരവ് എന്ന് പറയുന്നത് വളരെ ചെറുതാവുകയും ചെലവ് എന്ന് പറയുന്നത് അതിഗംഭീരമായ രീതിയിൽ കൂടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ ഏറെക്കുറെ സംഘാടകരെ കൈയൊഴിഞ്ഞ മട്ടാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനി ഇതിനെ സംബന്ധിക്കുന്ന യാതൊരു തരത്തിലുള്ള തുകയും ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കടങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാധ്യതകൾ വീട്ടാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് സംഘാടകർക്ക് മാത്രമാവുകയാണ്. ഇത് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തെ വിവരമാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായും UDF കൗൺസിലർമാർ കൂടുതലുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. എന്നാൽ അതേസമയം തന്നെ മറ്റ് ജില്ലകളിലെയും കണക്കുകളിൽ നേരിയ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും വലിയ തോതിലുള്ള മാറ്റമൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നവകേരള സദസ്സ് എന്ന് പറയുന്ന സർക്കാരിന്റെ അതിഗംഭീരമായ പരിപാടിയിൽ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് സംഘാടകർ മാത്രമാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇരുമുന്നണികളും അവരവരുടെ വാശികൾ തീർത്തു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലാതായി കടക്കണിയിൽപ്പെട്ട് ഉഴലുകയാണ് യഥാർത്ഥത്തിൽ സംഘാടകർ.